തുടങ്ങി മഹേന്ദ്രങ്ങൾ. എന്തെങ്കിലും നിന്നെല്ല എന്റെ കൈ കിട്ടുപെടാ. അന്ന് നോക്കിക്കോ, വിരലും ചെത്തി കൈകാലം ഒടിച്ചേ വിടൂ. മറ മഹേന്ദ്രങ്ങൾ. ഇനി ഇങ്ങോട്ട് വാ. അയലോക്കാരുടെ ചെവിതലവനെ ജപ്പിക്കരുതല്ലേ? എന്തോ ഒന്ന് പതുക്കെ വയ്ക്കാൻ. ആ ശരി. എടോ കുറച്ച് വെക്കടാ. ആ കുഞ്ഞുഞ്ഞമ്മ ശല്യപ്പെടുത്തി നിനക്കെന്താ കിട്ടാന്? പിന്നെ ഈ ബോറടി മാറ്റുന്ന എങ്ങനെ? അപ്പുറത്തെ വീട് YWC വല്ലായിരുന്നെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു. ആ എന്താ അമ്മേ? ആരാത്? ഏത് പാടുന്നത്? ബോണിയാണോ? അല്ല അപ്പാജിയാ. ആ വെയ് വെയ് വെയ്. നിനക്ക് വേണോ? ഇല്ല വേണ്ട, നീ എടുത്തോ. ട്രെയിൻ യാത്രയല്ലേ, ഇരിക്കട്ടെ. നിന്റെ അടുത്ത വിസിറ്റ് എപ്പോഴാ? ക്രിസ്മസിന്. അറിയോ എന്നെ? കേളിയാ ഞാൻ. വല്യമ്മച്ചിയുടെ മരിച്ചുപോയ മോള് മണിക്കുട്ടിയില്ലേ? മണിക്കുട്ടിയുടെ മോള് കേളിയാ ഞാൻ. നിക്ക് വല്യമ്മച്ചി, ഞാനെടുക്കാം. വിരലിപ്പറ്റ നിലത്ത് വീണേന്. ഡാഡി അപ്പോഴേ പറഞ്ഞതാ, അങ്ങോട്ട് ചെന്ന വല്യമ്മച്ചി കണ്ട പാവം കാണിക്കില്ലെന്ന്. ഹായ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ഹൗസ്. വല്യമ്മച്ചി ഇവിടെ ഒറ്റയ്ക്കാ? പണ്ട് മുതലേ ഞാൻ ഡാഡിയോട് ചോദിക്കും എന്റെ മമ്മിയുടെ വീട് എവിടെയാണെന്ന്. ഡാഡി പറയേയില്ല. കഴിഞ്ഞ വർഷം എക്സാം കഴിഞ്ഞ് ഞാൻ ബൈക്ക് ഓടിച്ച് പോകുമ്പോ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. തലയ്ക്ക് ചതവ് പറ്റി ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. ഡാഡി ഉൾപ്പെടെ എല്ലാവരും കരുതി ഞാൻ മരിച്ചു പോകുന്നു. ആ സമയത്ത് ഞാൻ ഡാഡിയെ നിർബന്ധിച്ചു. അപ്പോഴാണ് ഡാഡി പറയുന്നത് എന്റെ മമ്മിയുടെ വീട് കരാമല്ലൂരാണെന്നും അവിടെ എന്റെ വല്യമ്മച്ചി ഇപ്പോഴും ഉണ്ടെന്നൊക്കെ. എനിക്ക് തോന്നുന്നത് അതിൽ പിന്നെ ഒരു 20 എഴുത്തെങ്കിലും എഴുതിയിട്ടുണ്ടെന്നാ. ഒന്നിനെങ്കിലും ഒരു മറുപടി എഴുതാമായിരുന്നില്ലേ? അയ്യോ, എന്റെ ബാഗുകളൊക്കെ പുറത്തിരിക്കുന്നു. ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടിട്ട് 4 ദിവസമായി. ഒറ്റ യാത്രയായിരുന്നു. ഒന്ന് കുളിക്കണമല്ലോ വല്യമ്മച്ചി. എവിടാ കുളിമുറി? ഇതെന്റെ വീടാണ്. ആർക്കും കുളിക്കാനും കളിക്കാനുള്ള സ്ഥലമല്ല ഇത്. അതിന് ഞാൻ വല്യമ്മച്ചിയുടെ മോടെ മോളല്ലേ? അതൊന്നും എനിക്കറിയണ്ട.
17 വർഷങ്ങളായി ഒറ്റയ്ക്കാണ് ഞാനിവിടെ. അതും ഇതും പറഞ്ഞ് ഇങ്ങോട്ട് ആരും കടന്നു വരികയും വേണ്ട. ആരെയും ഇവിടെ നിൽക്കാൻ ഞാൻ അനുവദിക്കുമില്ല. വേഗം പൊയ്ക്കോ പുറത്ത്. ഓഹോ, അതിനെ കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാം. തൽക്കാലം അടിയന്തരമായി എനിക്കൊന്ന് കുളിച്ചേ തീരൂ. ദേഷ്യപ്പെടണ്ട, അമ്മയില്ലാത്ത പാവം കുളന്തയല്ലേ ഞാൻ. എടാ, ഏതായി പെണ്ണ്? എടാ, ഇന്നോടാ ഏതായി പെണ്ണെന്ന്? ഇന്നലെ വന്നതാ. ഏ, ഇന്നലെ വന്നതാന്ന്. ഏയ് ഏയ്, എന്തോന്നാ ഇത്? യുവജനോത്സവോ? എടോ, കൊച്ചൊന്ന് കുറച്ച് വെക്കണോ? എന്തോ എന്തുമ്മാ? അയലത്തുകാർക്ക് കിടന്ന് പൊറുക്കണം. കൊച്ചൊന്ന് കുറയ്ക്കാൻ അവിടുന്ന് പോകാമല്ലോ. എടാ, അവള് ആള് പെശകാൻ തോന്നുന്നു. നീ കുറയ്ക്ക. അങ്ങനെ ഇപ്പൊ വിട്ടുകൊടുക്കാൻ ഒക്കത്തില്ല. അവള് എന്ത് ചെയ്യുന്നു നോക്കാം. നീ കുറയ്ക്ക്. ഉണ്ടുണ്ടുണ്ടുണ്ട്, അവക്ക് മര്യാദയുണ്ട്. ദേ, ഒന്നിഞ്ഞു വന്നേ. എവിടെ? ഒന്ന് കാണാനാ. എടോ, ഒന്ന് കണ്ടോട്ടേന്ന്. അവള് പോയെന്നാ തോന്നുന്നു. ഏതാണത്? എനിക്കറിയത്തില്ല. വല്ല പേയും ഗസ്റ്റ് വല്ലതായിരിക്കും. എന്നാൽ അവക്കൊരു ഇംഗ്ലീഷ് പാട്ട് വെച്ചൂടെ? രാവിലെ തൊട്ട് എനിക്ക് കേട്ടൂടാ. കുട്ടിന്റെ വിത്തുകളെല്ലാം വെറുതെ വരുന്നാണോ ചേച്ചി? പൈസ കൊടുക്കണോടാ മണ്ട. ഇതിൽ എന്തൊക്കെ പൂക്കളുണ്ടോ? പൂക്കളായ പൂക്കളൊക്കെ. മഞ്ഞ റോസാ ചെടിയുണ്ടോ? മഞ്ഞയില്ല, ഇളം ചുവപ്പും കടും ചുവപ്പും ഉണ്ട്. അപ്പുറത്തെ ശ്രീചേട്ടന്റെ വീട്ടിലുണ്ടല്ലോ മഞ്ഞ റോസ. ഡേയ്, അപ്പുറത്തെ കുശുശുവിന്റെ കൈ മഞ്ഞ റോസ് പൂ ഉണ്ടെന്ന് ഇവൻ പറയുന്നു. ശരിയാണോ? ഉണ്ടുണ്ട്, വലിയ ഒരെണ്ണം. എന്നാലത് വേണല്ലോടെ. എപ്പോഴാ ഒന്ന് കട്ടെടുക്കുക? പറ്റില്ല, മുറിക്കകത്ത് ചെടിച്ചട്ടിയിൽ വെച്ചിരിക്കുക. എന്നാ നിങ്ങൾ ചെന്നൊന്ന് ചോദിക്ക്, അതെനിക്ക് തരുമെന്ന്. ചെല്ല്. ഉഷമലരി, നീ ഇവിടെ നിക്ക്, എനിക്ക് കൂട്ടായിട്ട്. ശ്രീചേട്ടാ, ഗേളി ചേച്ചി ചോദിച്ചു ആ മഞ്ഞ റോസാ ചെടി ഒന്ന് കൊടുത്തേക്കുവന്ന്. ഗേളി ചേച്ചി അപ്പുറത്തെ ഡൽഹിന്ന് വന്ന. നീയൊക്കെ ആരാടാ? അവളുടെ അണ്ടർ സെക്രട്ടറി. കൊടുക്കേട്ടാ, ഗേളി ചേച്ചി അവിടെ വലിയൊരു തോട്ടം ഉണ്ടാക്കുന്നുണ്ട്. ഞാനൊന്ന് ആലോചിക്കട്ടെ. നിങ്ങൾ അവളോട് പോയി പറ എന്നോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യാൻ. ചിലപ്പോ കൊടുത്തെന്നിരിക്കും, ചിലപ്പോ കൊടുത്തില്ലെന്നിരിക്കും. ഇപ്പൊ വിളിച്ചോണ്ട് വരട്ടെ? വേണ്ട, അങ്ങനെ എപ്പോ വന്നാലും എന്നെ കാണാനൊക്കത്തില്ലെന്ന് അവളോട് പറഞ്ഞേരെ. ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് ഒരു 5 മണിക്ക് വരാൻ പറ. ശരി. ഓക്കേ? അങ്ങനെ എല്ലാരും കൂടെ വരണ്ട, അവളോട് ഒറ്റയ്ക്ക് വരാൻ പറ. നിനക്കൊക്കെ ഇപ്പൊ എന്നൊരു മൈൻഡില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നമുക്കാണ് വേണ്ട ചേച്ചി. അതെന്താ? ആ ശ്രീയേട്ടന്റെ ഒരു ഗമ പറയുവാ. പസ് ശ്രീയേട്ടന്റെ മുമ്പിൽ ചെന്ന് റിക്വസ്റ്റ് ചെയ്യാൻ. എന്നാലും തരാന്നൊന്നും പറഞ്ഞില്ല. ചിലപ്പോ തന്നിരിക്കും, ചിലപ്പോ തന്നില്ലെന്നിരിക്കും. അതും വെറുതെ അങ്ങോട്ട് ചെല്ലാനൊന്നും പറ്റില്ല. ടൈം ഫിക്സ് ആയിട്ട് വൈകിട്ട് 5 മണിക്ക് അങ്ങോട്ട് ചെല്ലാൻ. 5 മണിക്കോ? എന്നാലും ചെന്ന് നോക്കാം. പിന്നൊരു കാര്യം കൂടി പറഞ്ഞു. എന്തുവാ? ഒറ്റയ്ക്ക് ചെന്നാൽ മതിയെന്ന്.
തൊട്ടപ്പുറത്തെ കുഞ്ഞുഞ്ഞമ്മ തോമസിന്റെ ഗ്രാൻഡ് ഡോട്ടർ അതെ അറിയാം. എന്താ? എന്റെ വല്യമ്മച്ചി കുറെ വർഷങ്ങളായിട്ട് വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു ലൈഫാണ്. അതുകൊണ്ട് ആ ജീവിതത്തിൽ കുറെ സുഗന്ധമൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ഞാൻ അവിടെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് കുട്ടികൾ പറയുന്നത് സാറിന്റെ കയ്യിലൊരു മഞ്ഞ റോസാച്ചെടി ഉണ്ടല്ലോ. മഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട കളറാണ്. അപ്പോ സാർ അതെനിക്കൊന്ന് തന്നേക്കുമോ ചോദിക്കാനാണ് ഞാൻ വന്നത്. മഞ്ഞ റോസ് വേണമല്ലേ? അത് പിന്നെ നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ ഒരു പെൺകുട്ടി, ഞാനിവിടെ ഒറ്റയ്ക്ക് കഴിയുന്ന ഒരാള്. അപ്പം നമ്മൾ തമ്മിലുള്ള ഇനിയത്തെ റിലേഷൻഷിപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. വരൂ, ഇരിക്കും പ്ലീസ്. ശരി. പേരെന്താ? ഗേളി. ഗേളി മാത്യു. സ്വീറ്റ് നെയിം. പക്ഷെ ഞാൻ പസ് എന്ന് വിളിക്കും. അതാ സൗകര്യം. പ്ലീസ്. ഡൽഹിയിലായിരുന്നല്ലേ? ഇപ്പൊ എന്താ വെക്കേഷൻ ആണോ? അല്ല, ഒളിച്ചോടിയതാ. എന്താ? ഒരു രസം. ഈ ഡ്രസ്സൊക്കെ ഡൽഹി തയ്പ്പിച്ചാണോ? ഹേയ്, റെഡിമെയ്ഡ് വാങ്ങിയതാ. ഇതൊക്കെ നന്നായി ചേരുന്നുണ്ട്. പക്ഷെ ഈ കണ്ണാടി ഉണ്ടല്ലോ ഭയങ്കര ബോറാ. കുറച്ചുകൂടെ സ്മോൾ സൈസാ ചേരുന്നത്. ഈ കണ്ണാടി ഒരു പ്രത്യേക തരമാ. എന്ത് പ്രത്യേകത? ഈ കണ്ണാടിക്ക് കോസ്മോ ഫ്രിൽ എന്ന് പറയും. എന്റെ ഫ്രണ്ട് ഫിലാഡൽഫിയയിൽ നിന്നും കൊണ്ടുവന്നതാ. ഇത് വെച്ചാ മനുഷ്യരിട്ടിരിക്കുന്ന ഡ്രസ്സുകളൊന്നും കാണില്ല. പിന്നെ ശരീരം മാത്രമേ കാണുള്ളൂ. സാറിട്ടിരിക്കുന്ന ഡ്രസ്സൊന്നും ഞാൻ കാണുന്നില്ല. എന്താ? ഓൺലി യുവർ ബോഡി. ഐ മീൻ ദ നേക്കഡ് ബോഡി. അങ്ങനെ ഒരു കണ്ണാടി ഇവിടെ ഇല്ലല്ലോ. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിരുന്നേ പിന്നെ എന്തൊക്കെ നടന്നേനെ. ഞാൻ വിശ്വസിക്കില്ല. വേണ്ട, വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് വേണ്ടത് ആ മഞ്ഞ റോസാപ്പൂവാണ്. തരുന്നോ? ഇല്ല. മൈൻഡ് യു, എന്റെ പേര് ഗേളി എന്നാണ്. ശ്രീകുമാറിന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഞാനത് വാങ്ങും. എന്ത് ബെറ്റ് വേണമെങ്കിലും വെച്ചോ. കാണാം. 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 എന്നാടാ ഇത്ര പരവേശപ്പെട്ട? പിന്നെ ഈ ഗൾഫിലൊക്കെ ഒരു തരം കൂളിംഗ് ഗ്ലാസ് കിട്ടുമോ? പിന്നെ റേബൺ, പെർസോൾ, കരേര ഒരുപാട്. അതല്ലടാ, ഈ കണ്ണി വെച്ച ഡ്രസ്സൊന്നും കാണാത്തത്. ഉണ്ട്. നീ വല്ലതും കണ്ടോ? അല്ല, ഡ്രസ്സ് ഒന്നും കാണാൻ പറ്റത്തില്ലേ? ഒരു വാ കാണാൻ പറ്റത്തില്ല. കംപ്ലീറ്റ് തുണിയില്ലാതെ കാണാം. പക്ഷെ ഒന്നുണ്ട്, കറുപ്പിലൂടെ അവൻ കടന്നു പോകത്തില്ല. പിന്നെ വല്ല കറുത്ത കരടോ അങ്ങനെ വല്ലതും കൊണ്ടേ കാണാൻ പറ്റും. എനിക്ക് അവരെണ്ണം സംഘടിപ്പിക്കണമല്ലോ. അയ്യോ, ഒരു രക്ഷയില്ല. കസ്റ്റംസിൽ പിടിച്ച ഡ്യൂട്ടി ഒന്നുമല്ല, അപ്പൊ അറസ്റ്റ് ചെയ്താകത്ത. അല്ല, നീ ഇപ്പൊ ചോദിക്കാൻ കാര്യം? അല്ല, നീ ആ കണ്ണാടി വെച്ച് അവിടെ ഇരിക്കുക, ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. എന്റെ കംപ്ലീറ്റ് കാണാൻ നോക്കൂ. കംപ്ലീറ്റ് നല്ല മണിമണി പോലെ കാണാൻ പറ്റും. അയ്യേ, എന്താ? എന്ത് പറ്റിയടാ? ഇവിടെ ഒരു പെണ്ണ് എന്റെ എല്ലാം കണ്ടു. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ആ കണ്ണാടി വെച്ച് അവളുടെ ചുറ്റും നടന്ന് അവളെ ശരിക്കൊന്നും കാണാൻ എനിക്ക് ഉറക്കം വരത്തില്ല. എനിക്കും. എന്തുവാ തപ്പുന്നേ? മിണ്ടത്തില്ലല്ലേ? എന്തിനാ അവളുടെ ബാഗിൽ തപ്പിയെന്ന്? മായിന്ദ്രങ്ങളെ, നിങ്ങളെല്ലാം ചുട്ട് കളയും. ചുട്ട്. കാശിന. പൈസയോ? എന്തിന്? അപ്പുറത്തെ ശ്രീയേട്ടൻ ചീട്ടുകൊണ്ടൊരു വേല കാണിക്കും. ഞങ്ങളുടെ മറ്റു പിള്ളേരുടെ ഒരുപാട് കാശ് തട്ടിയെടുത്തിട്ടുണ്ട്. ചീട്ട് വെച്ച് എന്ത് വില? 3 ചീട്ടുകൊണ്ടുള്ള വേലയാ. എപ്പോഴും ശ്രീയേട്ടനാ ജയിക്കാറ്. മണ്ട, പൈസ വേണമെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചാ പോരെ. എന്തിനാടാ കക്കാൻ നടക്കുന്നേ? നിങ്ങളുടെ എത്ര പൈസ പോയിട്ടുണ്ട്? കൊറേ പൈസ പോയിട്ടുണ്ട്. ദേ വല്യമ്മച്ചി, ഞങ്ങളൊന്ന് പോയി നോക്കിട്ട് വരട്ടെ. നീ കളയാൻ പോയാ? ഞാനോ? ഗേളിയോ? ശ്രീചേട്ടാ, എന്താ? കളിക്കാവുന്നതാ. ദേ കാശി. ദേ. ഓക്കേ, വാ കളിക്കാം. എത്ര പൈസക്കാ കളി? 25 പൈസയ്ക്ക്. വേണ്ടല്ലോ. ഏസ് കിങ് ക്യൂൻ. ഏസിന്റെ മുകളിൽ 25 പൈസ വെച്ചാ 50 പൈസ കിട്ടും. കിങ്. ഇനിയുണ്ടോ? ഇനിയുണ്ടോ? ആർക്കും വെക്കാം. 25 പൈസ വെച്ച 50 പൈസ കിട്ടും. 25 പൈസ വെച്ച 50 പൈസ. 5 രൂപ വെച്ചാ 10 രൂപ കിട്ടൂ. 10 രൂപ വെച്ചാ 20 കിട്ടൂ.
5 രൂപ വെച്ച 10 രൂപ, 10 രൂപ വെച്ച 20 രൂപ. ആ വെച്ചേ ആർക്കും വെക്കാം. ആ വെക്കേ. 5 രൂപ വെച്ച 10 രൂപ, 10 രൂപ വെച്ച 20 രൂപ. ദാ കണ്ടല്ലോ. ഇനി കളിയില്ല, അത്യാവശ്യം സ്ഥലത്ത് പോകാനുണ്ട്. പൊയ്ക്കോ, സമയം കളയണ്ട. ഏതായാലും ഐസ്ക്രീം കുടിക്കാന്ന് കുശുകുശുവിന്റെ കാശ്. മഞ്ഞ റോസ് എപ്പോഴാ തരിക? ഞാൻ തോറ്റ് തൊപ്പിയിടുമ്പോ. ഓക്കെ, വിഷു കൂട്ടാ. ഒന്ന് നോക്കട്ടെ. ഒരു പ്രാവശ്യം ഞാൻ എന്റെ ഐഡിയ അല്ലേ ശ്രീകുട്ട, പ്ലീസ് ഒരു പ്രാവശ്യം ഞാൻ വെച്ച് നോക്കട്ടെ. ഞാൻ ഒന്ന് വെച്ചോ. എന്താണോ അത്? കൂളിംഗ് ഗ്ലാസ്. എവിടെ നോക്കി അല്ല അമ്മേ, അത് ഒന്ന് കാണിക്കോ മോനെ. കുഴപ്പമില്ല അമ്മേ, ഇത് ഞാൻ വയ്ക്കാൻ നോക്കിട്ട് തരാനേ. നീ ഞാൻ പാടില്ലാത്ത ഗ്ലാസ്സാ. അല്ല ഒന്ന് താ മോനെ. വേണ്ട അമ്മേ, വേണ്ട. ഞാൻ കുഴപ്പമില്ല, ഇത് വയ്ക്കാൻ പാടില്ല അമ്മേ. അമ്മേ അയ്യോ കൊള്ളാലോ ഇത്. അമ്മേ. എവിടുന്ന് വാങ്ങിച്ചു? അയ്യോ അയ്യോ ശ്രീ, അയ്യോ. നല്ല കണ്ണാട കേട്ടോ. ആ, നന്നായിട്ട് കാണാം കേട്ടോ. ഓ, നല്ല ഭംഗി. ആഹാ, കൊള്ളാല്ലേ ഇത്. ഞാനൊന്ന് നോക്കട്ടെ. ശ്ശോ, എന്തു നല്ല ഭംഗി. ആ, കുഴപ്പം വല്ലതും ഉണ്ടോ അമ്മേ? എന്ത് കുഴപ്പം? ഇങ്ങോട്ട് നോക്കാതെ. ഒരു കുഴപ്പമില്ല അമ്മേ. ഒരു കുഴപ്പമില്ല. എല്ലാം കാണാവോ? ഓ യെസ്, കാണാമല്ലോ. അമ്മയുടെ സാരി ആണോ? സാരി കാണാമല്ലോ. ബ്ലൗസോ? ബ്ലൗസും കാണാം. നിനക്ക് എന്താടാ? എന്റെ ഷർട്ടിന്റെ ഈ കൈ കാണോ? കാണാം. എന്ത് കളറാ? നീല. സത്യമായിട്ടും കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ കണ്ണാടിക്ക് എന്താണ് ഒരു കുഴപ്പം? കണ്ട അമ്മേ, ഇതെന്റെ കൂളിംഗ് ഗ്ലാസ്. ശ്രീ ആ ഉഷമലരെ കൊണ്ട് കട്ടെടുപ്പിച്ചതാ. ഇനി തന്നേരമ്മേ. ഇതാ മോളെ, നീ എടുത്തോ. എടാ, നിനക്ക് വേണമെങ്കിൽ ഒന്ന് വാങ്ങിച്ചാ പോരെ? അല്ല, ഇത് വേണമെങ്കിൽ എടുത്തോട്ടെ. ഇന്ന് ശ്രീ വെച്ചോ. വെച്ച് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്താ മതി. ഇന്ന വേണ്ട. അല്ല, ആഗ്രഹിച്ചതല്ലേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ പോട്ടെ. അമ്മേ, അടുത്ത ആഴ്ച ക്രിസ്മസാ. വല്യമ്മച്ചി 17 വർഷമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കാത്തതല്ലേ. അതുകൊണ്ട് ഈ ആഴ്ച മുഴുവൻ ഞങ്ങക്ക് ക്രിസ്മസാ. അമ്മ വരണേ. തീർച്ചയായിട്ടും. ശ്രീ, ശ്രീയും വരണം. ഞാൻ മറ്റന്നാ ദുബായിക്കും, അല്ലെങ്കിൽ വരാൻ. ക്രിസ്മസ് ദിവസം എന്റെ പിറന്നാൾ കൂടിയാണ്. ശ്രീ വരുമോ? ഞാൻ പോട്ടെ. ആ, ദേ ഊണ് കഴിച്ചിട്ട് പോയാ മതി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നീ അല്ലാതെ ആരെങ്കിലും വിശ്വസിക്കോ? ഇങ്ങനെ ഗ്ലാസ് ഒന്നുമില്ല, ചുമ്മാ പറയുന്നതാ. എന്താ? പുളു.